ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോസ് ടെറേറിയമാണ് ചെയ്യുന്നത്. ടെറേറിയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ചെറിയ ടൈനി പ്ലാന്റേഷൻ ഒരു ചെറിയൊരു ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലോ ഒക്കെ സെറ്റ് ചെയ്യുന്നതിനാണ് ടെറേറിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈവൻ ദോ നമുക്കൊരു ബോട്ടിൽസിൽ മാത്രമല്ല, നമുക്കൊരു ചെറിയ എന്താ പറയുക ബൾബൊക്കെ ഇല്ലേ, അതിൽ വരെ നമുക്ക് ടെറേറിയം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വളരെ കുറച്ച് കാര്യങ്ങൾ മതി, അധികം പൈസ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ്, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ടെറേറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫിഷ് ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അക്വേറിയത്തിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഫിഷ് ബൗളാണിത്. ഇത് തന്നെ വേണമെന്നില്ല, ഇതിന് പകരം നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന പഴയ ബൾബോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറോ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആദ്യമേ തന്നെ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കുകയാണ്. അത് ഏത് ടൈപ്പ് കല്ലുകൾ വേണമെങ്കിലും ഇടാം കേട്ടോ. നമ്മളിതിലേക്ക് മണ്ണിട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് അങ്ങ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കല്ലുകൾ ഇടുന്നതിന് മുമ്പ് തന്നെ ബൗൾ നന്നായിട്ട് ക്ലീനാക്കി റെഡിയാക്കി വെക്കുക നമ്മൾ ടെറേറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിനി അതിന് വേണ്ടിയിട്ട് കുറച്ച് മോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മതിലയിലൊക്കെ വളരുന്ന ടൈപ്പ് മോസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാണ്ട് കുറച്ച് ലെങ്ത്തിൽ നമ്മൾ ചീന്തി എടുക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ടെറേറിയത്തിൽ വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അത്ര ഫുൾ ഗ്രീനിഷ് കളറല്ല, കാരണം നമുക്കറിയാപ്പോൾ സീസണൽ ക്ലൈമറ്റിൻ്റെ ഒരു വ്യത്യാസം കാരണം ഇപ്പോൾ മഴക്കാലത്താണ് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള മോസൊക്കെ കിട്ടും കൂടുതൽ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു പകുതി ഉണങ്ങിയിരിക്കുന്ന ടൈപ്പ് മോസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് ലാസ്റ്റ് ടെറേറിയം സെറ്റായി കഴിയുമ്പോഴേക്കും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു കളറ് മാറി വരുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ ടെറേറിയത്തിൽ ഇടാനായിട്ട് പല ടൈപ്പ് മണ്ണുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ചുമന്ന കളറുള്ള മണ്ണാണ് ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് കളറിൽ മണ്ണാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മണ്ണിടുന്നതിന് മുമ്പ് ഈ കല്ലിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മണലിടുന്നത് നല്ലതായിരിക്കും. എൻ്റെ ഇപ്പോൾ അത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ മണലിട്ടിട്ടില്ല. മണൽ ഇട്ട് കഴിഞ്ഞിട്ട് ഈ മണ്ണിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മണ്ണ് അധികം നനവില്ലാത്ത മണ്ണായതുകൊണ്ട്, കാരണം ഇപ്പോൾ ഈ അത്ര റെയിനി സീസൺ അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മണ്ണ് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിനകത്തേക്ക് ഇട്ടേക്കണേ. അപ്പോൾ ഞാനതൊരു കുന്നിൻ്റെ ഷേപ്പിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹൈറ്റിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ സ്ലോപ്പ് രീതിയിൽ അങ്ങനെയാണ് മണ്ണെടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി 2 രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം. ഒന്നാമത്തേതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ മോസൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇല്ലെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ എന്താ അതിനകത്ത് കണ്ടൻറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ ആദ്യം വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് മോസ് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ മോസ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വെക്കുമ്പോഴാണ് ഈ മുറിഞ്ഞ് പോയിട്ടുള്ള പായൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ ഒരേ ലെവലിൽ നമ്മൾ ചീന്തി എടുക്കുകയാണെങ്കിൽ പായൽ കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടൻസ് ഓരോ കാര്യങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളാരം കല്ലുകളും പിന്നെ ഞാനിപ്പോൾ ഇതാ മോസെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു സ്പ്ലിറ്റ്നെസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ പല 2-3 രീതിയിൽ സെക്ഷനായിട്ടാണ് നമ്മൾ മോസ് എടുത്ത് വെച്ചത്. ഒരുമിച്ച് നമുക്ക് ചീന്തി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയായിട്ട് ആ സ്പ്ലിറ്റ്നെസ് വന്നപ്പോൾ അത് കവർ ചെയ്ത് വെക്കാൻ നമുക്ക് ഈ പാറക്കല്ലുകളോ അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ നീണ്ട കല്ലുകളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് വെക്കാം. ഞാനിപ്പോൾ വെള്ളാരം കല്ല് കുറച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നീളത്തിലുള്ള മെറ്റൽ കല്ലുകളും വെച്ചിട്ടുണ്ട്. ഭംഗിയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു തെർമോക്കോളിൻ്റെ ഒരു ചെറിയ വീട് പോലെ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്ക് വെക്കാനായിട്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മുടെ എന്താ പറയുക, ചെറിയ ചെറിയ എന്തെങ്കിലും മിനിയേച്ചർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോം ഡെക്കർ, ഈവൻ ചെറിയ മിനിയേച്ചർ ബുദ്ധാസ് ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ബുദ്ധന്മാരുടെ മിനിയേച്ചർ രൂപം ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരു ആഴ്ചയിലൊരു 2-3 ടൈംസ് ഇത് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് മൂസ് കറക്റ്റായിട്ട് അതുപോലെ തന്നെ നിൽക്കുള്ളൂ. പിന്നെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ആ വെള്ളം പുറത്തുനിന്നൊക്കെ അങ്ങനെ തന്നെ വൈപ്പ് ചെയ്ത് നന്നായിട്ട് ക്ലീനാക്കി വെക്കണം എപ്പോഴും. എന്നാലേ അതിന് ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ 3 ദിവസം കഴിഞ്ഞപ്പോൾ ടെറേറിയം ഇങ്ങനെയായി. കുറച്ച് ഗ്രീനിഷ് ആയിട്ടുണ്ട്. കാരണം അന്ന് നമ്മൾ ഒരു കുറച്ചിങ്ങനെ ഉണങ്ങിയ ടൈപ്പ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. അത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് അതൊന്ന് സെറ്റായി, ആ മണ്ണിലതൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഗ്രീനിഷ് കളറ് നന്നായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വീക്കിലി ഒരു 2-3 ഡേയ്സ് നന്നായിട്ട് അതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം തന്നെ നന്നായിട്ടത് ആ രീതിയിൽ നന്നായിട്ട് ഗ്രീനിഷായിട്ട് ഇരിക്കും. പിന്നെ ഇത് ഇൻഡോറായിട്ട് വെക്കാതെ കൂടുതലും ഔട്ട്ഡോറായിട്ട് വെക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് സൺലൈറ്റ് ഡയറക്റ്റ് ഏൽക്കുന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, പക്ഷേ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ വെച്ചാൽ മതിയാവും. ഇത് തന്നെ നമുക്ക് മിനിയേച്ചറായിട്ടും ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഡിസ്പോസ് ചെയ്തിരിക്കുന്ന നമ്മുടെ പഴയ ബൾബുകളൊക്കെ, വീട്ടിൽ ആവശ്യമില്ലാത്ത പഴയ ബൾബുകൾ, അതിനകത്തൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അത്യാവശ്യം വലിയ ചിലവുകളൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്കൊരു ഹോം ഡെക്കർ പോലെയോ അല്ലെങ്കിൽ ഒരു ഇൻഡോർ പ്ലാന്റ് പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ഇത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ആ ഒരു ഗ്രീനിഷ് കളറ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം.